ലിവർ സിറോസിസിലെ അതീവ ഗുരുതരമായ ഒരു കോംപ്ലിക്കേഷനാണ് ബ്ലീഡിംഗ്. കൃത്യമായ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ മരണം വരെയും സംഭവിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ടോം ജോർജ്, സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി. ലിവർ സിറോസിസ് ഉള്ള ഏകദേശം 30 മുതൽ 40% രോഗികളിൽ ബ്ലീഡിംഗ് വരാൻ സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ ചോര ഛർദ്ദിക്കാം, അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ മലം പോകാം. അതുമല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ളൊരു രോഗിക്ക് ചിലപ്പോൾ പെട്ടെന്ന് തലയിലൊരു ഭാരം കുറവ് അനുഭവപ്പെടുകയോ BP പെട്ടെന്ന് താന്നു പോവുകയും ചെയ്യാം. ഇത്തരം ഘട്ടങ്ങളിൽ എത്രയും നേരത്തെ രോഗിയെ ആശുപത്രിയിൽ എത്തുകയും പ്രാഥമിക ചികിത്സ നൽകുകയും പ്രധാന ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ട്. ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എൻഡോസ്കോപ്പിയോ സ്കാനിങ്ങോ ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് രക്തക്കുഴൽ, അന്നനാളത്തിലോ ആമാശയത്തിലോ ഉള്ള രക്തക്കുഴലിൽ വീക്കം വന്നാണോ ബ്ലീഡിംഗ് വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനാവും. ബ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആമാശയത്തിലെയോ അന്നനാളത്തിലെയോ രക്തക്കുഴലിൽ വീക്കം വന്ന് അത് പൊട്ടുന്നതുകൊണ്ടാവാം. ഇത്തരം രക്തക്കുഴലുകളെ നമ്മൾ വേരിസസ് എന്ന് പറയും. ഇത് എൻഡോസ്കോപ്പിയിലൂടെയും ഒരുപക്ഷെ സ്കാനിങ്ങിലൂടെയും ബ്ലീഡിംഗ് ഉള്ള രക്തക്കുഴലിൽ നമുക്ക് കണ്ടുപിടിക്കാനാവും. ലിവർ സിറോസിസ് ഉള്ള രോഗികളിൽ എന്തുകൊണ്ടാണ് ബ്ലീഡിംഗ് വരുന്നത്? ഇതിന് നമ്മൾ പ്രധാന കാരണം ലിവറിനകത്തുള്ള പ്രഷർ സാധാരണത്തിൽ നിന്നും കൂടുന്ന ഒരു കണ്ടീഷനാണ്. അതിന് പറയുന്ന വാക്ക് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഹൈപ്പർ ടെൻഷൻ നമുക്കറിയാം, നമ്മുടെ BP കൂടുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ലിവറിനകത്ത് ഉള്ളൊരു പ്രഷറുണ്ട്, അതിനെ നമ്മൾ പോർട്ടൽ പ്രഷർ എന്ന് പറയും. അത് കൂടുമ്പോഴാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ലിവറിലെ പ്രഷർ കൂടുമ്പോൾ ലിവറിനകത്തേക്ക് കൃത്യമായി രക്തം വന്ന് ഫ്ലോ ചെയ്യുന്നതിന് പ്രശ്നം വരുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രഷർ കൂടുകയും ആ രക്തക്കുഴലുകൾ വേറെ ചില അവയവങ്ങൾ വഴി, അതായത് അന്നനാളമോ ആമാശയമോ മുതലായ വഴികളിലൂടെ ആയിരിക്കും അത് ഹൃദയത്തിലേക്ക്, ഹാർട്ടിലേക്ക് ചെന്നെത്തുന്നത്. ഇത്തരത്തിൽ ഈ രക്തക്കുഴലുകൾ, അതായത് അബ്നോർമൽ ആയിട്ടുള്ള രക്തക്കുഴലുകൾ അന്നനാളമോ ആമാശയം വഴി പോകുന്ന വഴിക്ക് അവിടെ എവിടെയെങ്കിലും ഒരു വീക്കം സംഭവിച്ച് പൊട്ടി ബ്ലീഡിംഗ് വരാം. ലിവർ സിറോസിസ് പേഷ്യൻസ് ബ്ലീഡിങ്ങുമായി വരുമ്പോൾ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഒരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുക? ടിപ്സ് പ്രൊസീജിയർ അഥവാ ട്രാൻസ് ജുഗുലാർ ഇൻട്രാ ഹെപ്പാറ്റിക് പോർട്ടോ സിസ്റ്റമിക് ഷണ്ട്. പേര് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നുമെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞാൽ ലിവറിനകത്ത് ഒരു സ്റ്റെൻഡ് ഇടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ലിവറിനകത്ത് സ്റ്റെൻഡ് ഇടുന്നതിനോടുകൂടി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലിവറിലെ പ്രഷർ, പോർട്ടൽ പ്രഷർ നല്ലോണം കുറയ്ക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ബ്ലീഡിംഗ് താരതമ്യേന നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. ലിവറിലെ സ്റ്റെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ടിനകത്ത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഒരു കാർഡിയോളജിസ്റ്റ് സ്റ്റെൻഡിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ലിവറിനകത്ത് സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. ഇത് ടോട്ടലി മൊത്തത്തിലൊരു സർജിക്കൽ പ്രൊസീജിയറേ അല്ല. നമ്മളൊരു ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ ഒരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് കഴുത്തിലെ ഒരു രക്തക്കുഴൽ വഴി, നമ്മളൊരു പിൻ ഹോൾ ട്രീറ്റ്മെൻ്റ് ആണിത്. കഴുത്തിലെ ഒരു രക്തക്കുഴൽ വഴി നമ്മൾ ചില വയേഴ്സും നീഡിൽസും കത്തീറ്റേഴ്സും വഴി ലിവറിനകത്ത് ചെന്ന് നമ്മൾ ലിവറിനകത്ത് ഒരു സ്റ്റെൻഡ് ഇടുന്ന പ്രൊസീജിയറാണ് ടിപ്സ് പ്രൊസീജിയർ. ടിപ്സ് പ്രൊസീജിയർ നമുക്ക് ഇത് കൂടാതെ, ബ്ലീഡിങ്ങിൽ കൂടാതെ തന്നെ ചില ഘട്ടങ്ങളിൽ സിറോസിസ് രോഗികൾ പലതവണ വയറിൽ വെള്ളം വന്ന് കുത്തിയെടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. വയറിൽ വെള്ളം കിട്ടുന്നതിന് നമുക്കറിയാം അസൈറ്റിസ് എന്ന് പറയും. അത് ആദ്യഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഭക്ഷണക്രമത്തിൻ്റെ വ്യത്യാസങ്ങളോ മരുന്നുകളോ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില സിറ്റുവേഷൻസിൽ അസുഖം പുരോഗമിക്കുമ്പോൾ കൂടെ നമുക്ക് വെള്ളം കുത്തിയെടുക്കേണ്ടി വരാം. ഇത്തരം ഘട്ടങ്ങളിലും ടിപ്സ് പ്രൊസീജിയർ വളരെയധികം യൂസ്ഫുള്ളാണ്. ലിവർ സിറോസിസ് ഉള്ള രോഗികളിൽ ബ്ലീഡിംഗ് വരുന്നത് ലിവറിലെ പ്രഷർ കൂടിയിട്ടുള്ളതാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിൽ ലിവറിലെ പ്രഷർ കൂടുന്ന അഥവാ പോർട്ടൽ ഹൈപ്പർ ടെൻഷനുള്ള രോഗികളിൽ ഈ രക്തക്കുഴലുകൾ, നോർമലി ലിവറിൽ പോകുന്ന രക്തക്കുഴലുകൾ ലിവറിനെ ബൈപ്പാസ് ചെയ്ത് വേറെ വഴിയാണ് അത് ഹാർട്ടിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ അബ്നോർമലായിട്ട് വികസിച്ചിരിക്കുന്ന രക്തക്കുഴലുകൾ, ലിവറിനെ ബൈപ്പാസ് ചെയ്ത രക്തക്കുഴലുകളെ നമ്മൾ ഷണ്ട് എന്ന് പറയും. ഷണ്ട്, പോർട്ടോ സിസ്റ്റമിക് ഷണ്ട് എന്ന് പറയും. ഇത്തരത്തിലുള്ള ഷണ്ട് വഴി പല സ്ഥലങ്ങളിലെത്തി അവിടെ നിന്ന് ഒരു മേജർ ബ്ലീഡിങ്ങിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വലിയ ഷണ്ടുകൾ ബ്ലീഡിങ്ങിന് കാരണമായാൽ അത് നമുക്ക് കൃത്യമായി CT സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് അത് ഷണ്ടുകളെ, നമ്മൾ ആ രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഒരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഷണ്ട് ഒക്ലൂഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അബ്നോർമൽ ആയിട്ടുള്ള രക്തക്കുഴൽ, അതായത് ഷണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ഷണ്ട് ഒക്ലൂഷൻ ട്രീറ്റ്മെൻറ്റ്. അതൊരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് നമ്മൾ എൻഡോസ്കോപ്പി വഴിയല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്ന ഒരു സർജറി അല്ലാതെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഷണ്ട് ഒക്ലൂഷൻ പ്രൊസീജിയർ. ഇത് വളരെ നൂതനമായിട്ടും അഡ്വാൻസ്ഡുമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരുപാട് ദിവസം റെസ്റ്റിൻ്റെ ആവശ്യമില്ല. കഴുത്തിൽ അല്ലെങ്കിൽ കാലിൽ ഒരു രക്തക്കുഴൽ വഴിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ വലിയ മുറിവോ പാടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ.
അത് നമ്മൾ രക്തക്കുഴലുകൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ചിലതരം മെറ്റാലിക് കോയിൽ അല്ലെങ്കിൽ പ്ലഗ് അങ്ങനെ ചില മെഡിസിൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഇത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ആ ബ്ലീഡ് ചെയ്ത രക്തക്കുഴലുകൾ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നു. ഇത്തരത്തിൽ വലിയ ഷണ്ടുകൾ ഉള്ള പേഷ്യൻസിന്, സിറോസിസ് പേഷ്യൻസിന് ചില സമയത്ത് ഓർമ്മക്കുറവും അല്ലെങ്കിൽ അവരുടെ സെൻസോറിയം അല്ലെങ്കിൽ അവരുടെ ഓറിയൻറ്റേഷനും ഒക്കെ അഫക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ ശരീരത്തിലെ അമോണിയയുടെ ലെവൽ കൂടി ഒരു ഹെപ്പാറ്റിക് എൻകോഫിലോപ്പതിയിലും കലാശിക്കാൻ ഒരു കണ്ടീഷൻ വന്നേക്കാം. ഇത്തരം ഘട്ടങ്ങളിലും ഷണ്ട് ബ്ലോക്ക് ചെയ്യുന്ന ഈ മേൽ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, ഷണ്ട് ഒക്ലൂഷൻ ട്രീറ്റ്മെൻറ്റ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ലിവർ സിറോസിസിൽ എത്ര സീരിയസ് ആണ് ബ്ലീഡിംഗ് എന്ന് നമ്മളിന്ന് കണ്ടു. അതേപോലെ തന്നെ ബ്ലീഡിങ്ങും മറ്റുള്ള ലിവർ സിറോസിലെ കോംപ്ലിക്കേഷൻസിലും ഉള്ള അഡ്വാൻസ്ഡ് പിൻഹോൾ എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. താങ്ക് യു.